വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് മോദി ട്രംപിന് കീഴടങ്ങിയതായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ കീഴടങ്ങിയിട്ടുണ്ടോ? അമേരിക്ക നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണോ സാമ്പത്തിക അവസ്ഥ? കീഴടങ്ങിയത് മൂപ്പരെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നല്ലോ, അവരാർക്കാ കീഴടങ്ങിയത്? ഇന്ത്യയിൽ ഭീകരാക്രമണം ബോംബെയിൽ നടക്കുമ്പം UPA ഗവൺമെൻറ്റാണ് ഇന്ത്യ ഭരിക്കുന്നത്. അത് ശരിക്കും രാജ്യത്തിനെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനമായിരുന്നു. എന്താണ് പ്രതികരിക്കാതിരുന്നത്? അമേരിക്ക പറഞ്ഞു അടിക്കരുത്, അതൊന്നും അടിച്ചില്ല. അതാണ് കീഴടങ്ങിയത്. കാരണം അന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നെങ്കിൽ അതിന് അങ്ങനെ കുറ്റം പറയാൻ ആർക്കും പറ്റില്ലായിരുന്നു. എന്തിനു മിണ്ടാതിരുന്നിട്ട് ഇപ്പം കയറിയിട്ട് പറയും. ഇത് എങ്ങനെയാണ് ഒരു തരത്തിലുള്ള കീഴടങ്ങനാവുക? ഇതിലിപ്പോൾ മൂപ്പരെ കുറ്റം പറയും. നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആഗോളവൽക്കരണമായിട്ട് വന്ന ഒരു ഘാട്ട് കരാറിൽ ഒപ്പിട്ടതോടുകൂടി തന്നെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണ്, അമേരിക്കക്കാർ ഇഷ്ടം പോലെ വലിയ ബാരിയറൊന്നുമില്ല, ഇഷ്ടം പോലെ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നു. നമ്മളിവിടെ കണ്ടതിന് മൊത്തം എന്താണ്, പിന്നെ ഇതാണ് എന്താണ് എതിർപ്പല്ല, ഭയങ്കര ടാക്സാണ്. ടാക്സും ബാരിയറുമാണ്. പ്രധാനമായിട്ട് ഒരു മറ്റേ ഈ വണ്ടി ഉണ്ടല്ലോ, അമേരിക്കയുടെ കാട്ടുകുതിരേൻ്റെ ചിത്രമുള്ള മൊണ്ട, ആ കാറല്ലേ, ഏതാതിൻ്റെ പേര്, ഫോർഡിൻ്റെ ഒരു വണ്ടി ഉണ്ടല്ലോ, മസ്താങ് വണ്ടി. നമ്മൾ 1 കോടിയുടെ വണ്ടിയാണെങ്കിൽ നമ്മളിവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ 300 കോടി ടാക്സ് അടക്കാണ്ട് 200 കോടി മുകളിൽ പോകും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ടാക്സ് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ പല സാധനങ്ങളും, പല അമേരിക്കയിൽ നിന്നുള്ള പല ഫുഡ് ഐറ്റംസിനെല്ലാം തന്നെ ഉയർന്ന താരിഫാണ്. അവരാണെങ്കിൽ നമുക്ക് യഥേഷ്ടം ബിസിനസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി തരുന്നുണ്ട്. ഇപ്പോൾ ചൈനയായിട്ടുള്ള നമ്മുടെ ട്രേഡിൽ ബാലൻസ് പേയ്മെൻറ്റ് ചൈനയ്ക്ക് അനുകൂലമാണ്, അമേരിക്കയായിട്ട് നമുക്ക് അനുകൂലമാണ്. നമുക്കത് ഗുണകരമാണ്, നമുക്ക് കൂടുതൽ ഡോളർ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്നും എക്കാലത്തേക്കുള്ളതല്ല. ഗ്ലോബലൈസേഷന് വന്ന സമയത്ത് തന്നെ ഒരു 10-30 വർഷം കൊണ്ട് തന്നെ ബാരിയറുകളില്ലാത്തൊരു ലോകം സൃഷ്ടിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അങ്ങനെ ഗ്ലോബലൈസേഷൻ വന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് നമ്മളെല്ലാം. ഈ YouTube ചാനലുകളും നീട്ടിരിക്കുന്ന ഷർട്ട്. ഇപ്പം പണ്ടത്തെ ഈ ഗ്ലോബലൈസേഷന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് നീ ഒരു പോളിസ്റ്റർ തുണി 2.5 മീറ്റർ മേടിച്ചിട്ട് പിന്നെ നെയ്യാറ്റിൻകരക്കുള്ള തയ്യൽക്കാരൻ കൊടുക്കും. അങ്ങേര് ഇതിനോടൊരു 100 രൂപ മേടിച്ച് തയ്ച്ചു തരും. ഈ പറയുന്ന കളറോ ഡിസൈനിങ് ഒന്നും ഉണ്ടാവില്ല, അത് അയാളെ സൗകര്യത്തിലേക്കും. അളവെടുക്കലാണ് അവരുടെ മെയിൻ ബിസിനസ്. അളവെടുക്കൽ നമ്മൾ പോകുന്ന ഏക തെറ്റില്ല, നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ മാറിയത് ഈ കാലഘട്ടത്തില്ല. അപ്പോൾ നിനക്ക് ബൈക്ക് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ബൈക്കൊന്നും ഉണ്ടാവില്ല. നീ ഇപ്പോൾ അവിടെ നെയ്യാറ്റിൻകര ബസ്സിൽ വരും, ഒരു സൈക്കിള്, മൊബൈൽ ഫോൺ ഉണ്ടാവും, ഇത്രയും സൗകര്യം ഉണ്ടാവും. ഇതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റാണ്. അപ്പോൾ ഒരു ഘട്ടമെത്തുമ്പോൾ എന്ത് ചെയ്യും, അവർ തിരിച്ചാവശ്യപ്പെടും, നിങ്ങൾ ലിബറലൈസ് ചെയ്യണം. അത് അവരാവശ്യപ്പെട്ടു. അപ്പോൾ മോഡിക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളാണ്. ഈ രാഹുൽ ഗാന്ധി പല തവണ ചൂണ്ടിക്കാണിക്കുന്നത്, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടാലും ഇതുമായി ബന്ധപ്പെട്ടാലും ഈ ട്രംപ് ആദ്യം പറയുന്നു, ട്രംപിലൂടെയാണ് ഇന്ത്യ അറിയുന്നത്. എടാ പോയ കൊടാലിയല്ലേ, ട്രംപ് ആദ്യം അറിയാം. മൂപ്പൻ അമ്മൂമ്മ മരിച്ച സമയത്ത് ട്രംപാണ് ആദ്യം അറിഞ്ഞത്. പക്ഷേ മൂപ്പൻ അമ്മൂമ്മയ്ക്ക് ഒരു കാര്യമാണ്, അമ്മൂമ്മയ്ക്ക് ഒരു ദേശസ്നേഹം കൂടുതലായിരുന്നു. മോഡിനെ കൊണ്ട് അറിഞ്ഞില്ല. അതുകൊണ്ട് ഇവർ അറിഞ്ഞതും കിട്ടും. അതുകൊണ്ട് അവർ സോവിയറ്റ് റഷ്യയായിട്ട് അലയൻസ് ഉണ്ടാക്കി. അച്ഛനും ഏതാണ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഈ മോനെ പോലെ ആയിരുന്നില്ല. അത് കഴിഞ്ഞ് അച്ഛനും മരിച്ച് അമ്മയുടെ വർണ്ണം തുടങ്ങിയപ്പോഴാണ് ഇത് ചിത്രം മാറി. ഇന്ത്യനെക്കാട്ട് അവരുടെ താല്പര്യം മറ്റു പലരിലാണ്. ഞാൻ കൂടുതലൊന്നും അവർ പറയുന്നില്ല. അപ്പം നമ്മൾ ഇത് ഒരു പാരയിടുമ്പോൾ ട്രംപ് ലോകത്തെ അറിയിക്കുന്നു, ഇന്ത്യ അറിയിക്കുന്നു, മോദി അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂറിലായാലും ഈ വ്യാപാരക്കാരല്ല. ട്രംപ് പറയുന്ന ട്രംപ് അമേരിക്ക ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഞാനും നീ കൂടി സംസാരിക്കുന്നവന് റിയൽ ടൈമിൽ അവർക്ക് അറിയാൻ പറ്റും. അത് അയാൾ പറയുന്നത് വെച്ചാൽ അയാളുടെ ഒരു രീതി അങ്ങനെയാണ്. അത് ഇതിന് ആഫ്റ്റർ ഓൾ നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ്. നമുക്ക് ഇതുകൊണ്ട് ദോഷമൊന്നും വരാൻ പോകും. ഗുണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന നിലപാടും അല്ലേ, റഷ്യയുടെ എണ്ണ വാങ്ങിക്കൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരൻ എന്താ ഗുണം ഉണ്ടായത്? റഷ്യയിലെ എണ്ണ വാങ്ങിക്കൊണ്ട് ഈ പെട്രോളിൻ്റെ വില കുറഞ്ഞോ? ഇല്ലല്ലോ. എഥനോൾ കലക്കിയ പെട്രോളാണ് ഇപ്പം നമുക്ക് തരുന്നത്. എന്തിനും വില കുറഞ്ഞോ? ഇല്ലല്ലോ. ട്രംപിന് കീഴടങ്ങിയല്ല അത്. പിന്നെ എടാ, ഒരു ബിസിനസ്സിന് എങ്ങനെയാണ് കീഴടങ്ങലുണ്ടാവുക? അല്ല, അതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അയാൾ പോയ കൊടാലിയല്ലേ, അങ്ങനെ പലതും പറയും. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇത് കാലഘട്ടം മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് മാറ്റി വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? ഇത് മാറ്റി വെച്ചാൽ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കക്കാരെ നമ്മളെ മേലെ ഉപരോധം ഏർപ്പെടുത്തും. ഉപരോധം ഏർപ്പെടും, നമ്മളെല്ലാവരും കഷ്ടപ്പെടും. രാഹുൽ ഗാന്ധിക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. എല്ലാവരും മോഡിക്കെതിരാവും, വോട്ട് ചെയ്യുകയും ജയിക്കും. എന്നിട്ട് എന്ത്, രാഹുൽ ഗാന്ധി ഇതിലും വലിയ കരാറിൽ പോയി ഒപ്പിടും.
മോഡിക്ക് വരെ എത്രയേ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ പിന്നല്ലേ. അല്ലെ അതങ്ങനെയാണ്. അമേരിക്ക മൈറ്റി പവറാണ്, നമുക്കൊന്നും അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ സാമ്പത്തിക ശക്തി, അവർ ലോകങ്ങളെ തകർക്കുന്നത് പ്രധാനമായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഉപരോധങ്ങൾ വഴിയാണ്. ഉപരോധം വന്നാൽ നമ്മളൊക്കെ ബുദ്ധിമുട്ടി പോകും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഗുണമാണ്. മാത്രമല്ല ഇനി നമ്മുടെ വാഹന നിർമ്മാതാക്കൾ ഇപ്പോൾ ടാറ്റയൊക്കെ ഭയങ്കരമായിട്ട് എമേർജ് ചെയ്ത് വന്നിട്ട് നല്ല വണ്ടികളാണ്. ഒരു EV ഒക്കെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള നല്ല വില കുറഞ്ഞ വണ്ടികളാണ്. അവർക്കൊക്കെ ആ മാർക്കറ്റിലേക്ക് പതുക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഉള്ള ഇങ്ങനെയുള്ള ബാരിയർ നമ്മൾ വെച്ചുകൊണ്ട് അവർ ഒരുപാട് ബാരിയേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ യന്ത്രവാഹനം സൂചിപ്പിച്ചത് കൊണ്ടാണ്, അതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ കരാറിന് പിന്നാലെ തന്നെ നമ്മുടെ വ്യവസായ മേഖലയിൽ വലിയ കുതിപ്പുണ്ടായി. ആ കുതിപ്പിലേക്ക് പോകാൻ പാടില്ല, ഇന്ത്യ പിന്നോട്ട് പോകില്ല, മോദിക്കെതിരെ ഒരു അതായത് അവർ വിചാരിച്ചത് മോഡി ഇപ്പോൾ തന്നെ പിടിവാശി പിടിക്കും, അതോടുകൂടി അമേരിക്ക ഉപരോധം കൊണ്ടുവരും ജനങ്ങൾ ബുദ്ധിമുട്ടും, അപ്പോൾ ജനങ്ങൾ BJPക്ക് എതിരാവും. ഇപ്പം മോഡി അത് തന്ത്രപരമായിട്ട് നീങ്ങി. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. അത് ചെയ്യേണ്ടതാണ്. മോഡിയല്ല മര്യാദയില്ല ഒരു ബിസിനസ് നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇഷ്ടംപോലെ അങ്ങോട്ട് കയറ്റി ഈ ഇടതുപക്ഷ പാർട്ടികൾ പറയുന്നത് കർഷകരുമായി ബന്ധപ്പെട്ടാണ്. കർഷകരുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കർഷകരുടെ പ്രധാന ധാന്യ മേഖലയിൽ തൊടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ഇതിനും തൊടില്ല, ഓറഞ്ചിനും തൊടില്ല, ഉള്ളിനും തൊടില്ല, മാങ്കോ ഇതിനും തുടങ്ങില്ല. പിന്നെന്താണ് ഇന്ത്യൻ കർഷകരുടെ പ്രശ്നം? ആപ്പിൾ ഓൾറെഡി ഫിജി ആപ്പിൾ, ഞാനിപ്പോൾ കഴിക്കുന്നത് ഗാല ആപ്പിളാണ്. ഗാല എനിക്കതാണ് ഇഷ്ടം. അത് പുറത്തുനിന്ന് വരുന്ന ആപ്പിൾ. എനിക്ക് ഇന്ത്യൻ ആപ്പിൾ ഇഷ്ടമല്ല. അത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചോറുള്ള സാധനം. അപ്പോൾ അതാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു പുതിയ ഒരു നയത്തിലേക്ക് പോകുമോ മോദി? മോദി പുതിയ നയത്തിലേക്ക് പോകുന്നൊന്നല്ല. മോദി എപ്പോഴും പ്രാക്ടിക്കലാണ്. മോഡി അത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു അമേരിക്ക. അന്ന് ചെയ്യാത്തതുകൊണ്ടാണ് അവർ പഠിത്തം ഒന്ന് കടുപ്പിച്ചത്. ഇപ്പോൾ അതെടുക്കുമ്പോൾ പരമാവധി നമ്മളെ അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അത്രേ പറ്റുള്ളൂ. അത് കുറച്ച് നാളുകളായി തന്നെ നാം പരിശോധിച്ച് നോക്കിയാൽ ഈ മോദിയും ട്രംപും തമ്മിൽ പ്രശ്നങ്ങളുള്ള തോന്നലുണ്ട്. അത് ഈ കരാറോടുകൂടി തന്നെ അവസാനിക്കുകയാണ്. അതങ്ങനെ ഈ ട്രംപുമായിട്ടുള്ള പ്രശ്നം ഒരിക്കലും ആരുമായിട്ടും തീരാൻ പോകുന്നില്ല. ട്രംപിന് തോന്നിയ സമയത്ത് തോന്നിയ നിലപാടാണ്. അതൊന്നും ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അപ്പം അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ അതിൽ നമുക്ക് മേലിൽ പൊടി തട്ടാതെ നോക്കണം. അതാണ് ഇപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ കരാറുമായി മുന്നോട്ട് റഷ്യൻ ഓയിൽ കൊണ്ട് ഗുണമുണ്ടായത് നമ്മുടെ കമ്പനികൾക്കാണ്. അദാനിക്കും റിലയൻസിനാണ് ഗുണമുണ്ടായത്. അത് ഇൻഡയറക്റ്റ്ലി നമുക്ക് ഗുണം ചെയ്യാൻ. റിലയൻസിൻ്റെ ഷോപ്പുകളൊക്കെ കൂടുതൽ തുറക്കപ്പെടും. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകൾ ജോലി കിട്ടും. നമ്മുടെ GDPക്ക് കൂടുതൽ മുതൽക്കൂട്ടും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. റഷ്യക്കൊന്നും അമേരിക്ക ആവർത്തിക്കുകയാണ്. ഇപ്പോഴേ രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് അംബാനിക്കും അദാനിക്കും വേണ്ടിയാണെന്ന് ശരിയാകുകയല്ലേ? ഹുണ്ടായി കമ്പനിയുടെ മുതലാളിക്ക് വേണ്ടിയിട്ടല്ലല്ലോ പിന്നെ അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് അംബാനിക്ക് അദാനിക്ക് വേണ്ടിയിട്ടല്ലേ. അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് ശ്രീത്തിന് ഫഖറുദ്ദീൻ അലിക്ക് വേണ്ടിയിട്ടല്ലേ. അല്ലാതെ പിന്നെ ജോർജ് വാഷിങ്ടൺ ലൂയി തോമസിന് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ. ലൂയി തോമസ് മീൻസ് ഡസൻറ്റ് മീൻ ഇന്ത്യൻ, അമേരിക്കക്കാരൻ. അങ്ങനെയല്ലല്ലോ അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം ഫഖറുദ്ദീൻ അലിക്കും ശ്രീത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ തന്നെ അംബാനിക്ക് അദാനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മളെല്ലാം ഈ രാഷ്ട്രത്തിൻ്റെ പൗരന്മാരാണ്. നമുക്ക് ഗുണകരമായ കാര്യം രാഷ്ട്രത്തിന് ഗുണകരമാണ്. എന്താ പ്രശ്നം? മൂപ്പരെ വല്യമ്മയൊക്കെ പണ്ട് പ്രവർത്തിച്ചത് ബിർളയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ? സാറ് ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ പൂർണ്ണമായി എതിർക്കുന്നത് ശരിയാണോ? പൂർണ്ണമായിട്ട് അതേ എതിർക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ഈ ദോഷൈക എതിർക്കിൻ്റെ രീതിയിലാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നത്. കോമൺ സെൻസിക്കലല്ല. അതിന് പിന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, ആൻറ്റി ഇന്ത്യൻ ലോബി. അതിനൊന്നും തുല്യം ചാർത്തി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ പരാജയങ്ങളിൽ നിന്നാണോ രാഹുൽ ഗാന്ധി ഇങ്ങനെ രൂപപ്പെടുന്നത്? രാഹുൽ ഗാന്ധി വിവരക്കേടുണ്ട്, വിവരമില്ലാത്തതുണ്ട്. വിവരക്കേടിൽ നിന്നാണ് പരാജയം ഉണ്ടാകുന്നത്. പരാജയം ഉണ്ടായ മറ്റൊരുപാട് കാരണങ്ങളാണ്. വിവരക്കേട് കൊണ്ട് പിന്നെ പരാജയങ്ങൾ ആക്കം കൂടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.